ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സെറ്റായില്ല. അപ്പോൾ വീണ്ടും ഞാൻ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിലെ ബ്രൗണിയാണ് കേട്ടോ. കാണുമ്പോൾ പാവാക്കുകയെന്ന് തോന്നും, പക്ഷെ നല്ല കുറുമ്പാണ് അവൾക്ക്. ഞാൻ ഏകദേശം രാവിലെ ഒരു 7:45 ആ ഒരു റേഞ്ചിൽ ഇറങ്ങാനായിട്ട് നോക്കും, പക്ഷേ എപ്പോഴും മിക്കപ്പോഴും ഓടിപ്പടച്ചാണ് പോവാറ്. പിന്നെ ഈ റൂട്ടിലെ എല്ലാ സമയം ബസ്സുള്ള കാരണം ഏത് ബസ്സും കൈ കാണിക്കുമ്പോൾ നിർത്തും എന്നുള്ളത് കാരണം സ്കൂളിൽ ടൈമിന് എത്താൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ എന്നറിയില്ല. ലൈക്ക് ഞാനിപ്പോൾ ഡിസംബറിലാണല്ലോ ഇവിടെ വീണ്ടും ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ക്ലാസ് ചാർജ് ഒന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടുത്തെ ഒരു മിസ്സ് ഡെലിവറിക്ക് വേണ്ടി പോയ കാരണം മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ ചാർജ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു അനാഥ പ്രേതം പോലെയായിരുന്നു. നമുക്ക് ക്ലാസ് ചാർജ് ഉണ്ടാവുമ്പോൾ ഒരു എന്താണ്, അതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ് ചാർജ് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ പ്രയറിന് മുമ്പ് ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പായിട്ട് കുറച്ച് സമയം കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. കാരണം അവിടെ സ്കൂളിലാകുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു 5 മിനിറ്റ് സമയം എനിക്ക് ഫ്രീ ആകുമ്പോൾ കിട്ടും. അപ്പോൾ മുടങ്ങാതെ ചെയ്യാൻ പറ്റും എന്നുള്ള കാരണമാണ് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ സ്കൂളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടീച്ചേഴ്സ് അങ്ങോട്ട് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടീച്ചർ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മരമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂളിൽ മെയിനായിട്ടുള്ളത് ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസം സ്കൂളിലൊരു ഫെയർവെൽ 10th വേണ്ടി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇൻചാർജ് ഡ്യൂട്ടി പോലെ ഞങ്ങൾക്ക് 3 ടീച്ചർമാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പ്രോഗ്രാം ലിസ്റ്റും ആങ്കറിങ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്നാക്സ് എല്ലാ ദിവസവും ഉണ്ടാവാറില്ല. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിന് എനിക്ക് കാണിക്കാനായിട്ട് പറ്റി. അപ്പോൾ ആ പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കലായിരുന്നു മെയിൻ പരിപാടി. അതിന് ഇടയ്ക്കിടയ്ക്കാണ്, ഇടയിൽ പീരീഡ് ആകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോവും, അതിൻ്റെ ഇടയിൽ ടൈം കിട്ടുമ്പോൾ വന്ന് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെല്ലുന്ന സമയം മിക്ക ദിവസവും ഉണ്ണി ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പം പതുക്കെയാണ് തുറക്കുക. പക്ഷേ അന്ന് എന്തോ അടയ്ക്കുന്നതിൻ്റെ സൗണ്ട് കേട്ട് മൂപ്പരാൾ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ വീണ്ടും മേലെ പോയി കൊണ്ട് കിടത്തി കേട്ടോ. ഇതവൻ്റെ ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ദിവസം കൊടുക്കാറുള്ളതാണ്. ബനാന ഗീയിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അവനിഷ്ടമാണ്. അവനിങ്ങനെ ഒന്ന് കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഞാൻ അതിൻ്റെ തലേ ദിവസം കണ്ടോ ഐസ്ക്രീം സാൻഡ്വിച്ച്, ഞാൻ യൂട്യൂബിൽ ഏതാ ചാനലെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഷോർട്ട് പോലെ കണ്ടതാണ് ഐസ്ക്രീം സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വെറുതെ ട്രൈ ചെയ്തിട്ട് ഇന്നലെ വെച്ചിരുന്നതാണ്, ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കിയ കാരണമല്ല, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടമായാ? ടേസ്റ്റ് ഉണ്ടാ? ഇനി കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ തലേദിവസം ഞാൻ എൻ്റെ ജാനുവരി റീക്യാപ്പ് പേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുള്ളറ്റ് ജേർണലിൽ. അത് രാത്രി ഇരുന്ന് 1:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ തീർത്ത്. ഉണ്ണി ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ് നിലത്തിരുന്നിട്ടാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ടാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ ജാനുവരി റീക്യാപ്പ് പേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇത് ഏട്ടൻ ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരു പ്രൊജക്ടർ പോലെ റൂമിലിരുന്ന് ഇങ്ങനെ വലിയ സ്ക്രീനിൽ ഫിലിം കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ബെഡിൻ്റെ ഒക്കെ സ്ഥലം അങ്ങോട്ട് മാറ്റിയത് കേട്ടോ. പക്ഷേ അതിലിരുന്ന് ഒരു സിനിമ പോലും കാണാനായിട്ട് പറ്റില്ല. അതിന് മുമ്പ് ഏട്ടൻ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഞാനും ഇതുവരെ ഒന്നും അതിൽ കണ്ടിട്ടില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കും എന്നല്ലാണ്ട് ഒന്നും കാണാറില്ല. അപ്പോൾ രാത്രിയാണെങ്കിൽ ഉണ്ണി ഉറങ്ങിക്കഴിഞ്ഞാലും പിന്നെ അത് പ്രൊജക്ടർ ആകുമ്പോൾ സൗണ്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ആ സംഭവം കേട്ടോ. അപ്പോൾ അതൊന്ന് വെറുതെ വെച്ച് നോക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ
ജാനുവരി റീക്യാപ്പ് ചെയ്ത് ഫെബ്രുവരി കവറാണ്. ഇതാണ് ഞാൻ ജാനുവരിയിൽ ചെയ്ത സംഭവം. ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെന്നാലും എനിക്കിഷ്ടമായി. എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഫോട്ടോസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പോയിൻറ്റ്സും ഒക്കെ അവിടെ എഴുതി വെച്ചേക്കാണ്. Q R S T U V W W ഇനി നമുക്ക് നൈറ്റ് ടൈമിലെ കുറച്ച് കാര്യങ്ങൾ കാണാം. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനോ സന്തോഷമോ ഒന്നും ഇല്ലടോ. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും 1 2 പേര് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും എന്നല്ലാതെ വീഡിയോ കാണുന്നവരെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞൂടെ. അതൊക്കെ വായിക്കുമ്പോഴാണ് ഇത് മോട്ടിവേഷനായിട്ട് നമുക്ക് വീണ്ടും പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുക കേട്ടോ. ഇത് കേൾക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല അവസാനം വരെ ആര് കാണാനല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.